ഭരത ചക്രവർത്തി വളരെ കാലം ധർമ്മനിഷ്ഠമായി രാജ്യം ഭരിച്ചു, ഈശ്വരഭക്തനായി. അത് കഴിഞ്ഞ് വാനപ്രസ്ഥകാലത്ത് കാട്ടിൽ പോയി മഹർഷിയായി വളരെ കാലം തപസ് ചെയ്തു. എന്നിട്ടും ആ അവസാന സമയം അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് വെള്ളത്തിൽ നിന്ന് ഒഴുകി വന്ന ഒരു മാൻകുട്ടിയെ എടുത്ത് വളർത്തി. ആ മാൻകുട്ടിയോട് മമത വന്നു, ആസക്തി വന്നു. അവസാനം ഈശ്വരനെ മറന്ന് എല്ലാ നാമമൊക്കെ മറന്ന് മരണസമയത്ത് മാൻകുട്ടിയെ ഓർത്ത് മരിച്ചു അത്രേ. അതുകൊണ്ടോ ആ മഹർഷി അവസാന സമയത്ത് മാൻകുട്ടിയെ ഓർത്ത് മരിച്ചുകൊണ്ട് അടുത്ത ജന്മം ആ കാട്ടിൽ മാനായി പിറന്നു. കണ്ടുവോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ ആരെ ഓർത്ത് മരിക്കണം? സംഖ്യം, യോഗം, അനേകമനേകം ധർമാചരണം, അനേകമനേക സാധനകള്, അനേകമനേക ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച ഒരാള്. പക്ഷെ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. അതിന്റെ ഫലമായിട്ട് നമുക്ക് സാധിക്കേണ്ടത് എന്താ? ജന്മസാഫല്യം. ജന്മം സഫലമാവണമെങ്കിൽ അന്തേ നാരായണ സ്മൃതി, അവസാനം ഭഗവാന്റെ സ്മരണ. നാരായണ സ്മൃതി എന്ന് പറഞ്ഞാൽ ശിവസ്മരണ പാടില്ല എന്നാരും വിചാരിക്കരുതേ. അതല്ല ഇവിടെ അർത്ഥം. ഈശ്വരസ്മരണ, ദൈവസ്മരണ. മനസ്സിലാവോ? അന്തേ ഭഗവത് സ്മരണ സാധിക്കണം പരീക്ഷത്തെ. അതുകൊണ്ട് ഇവിടെ പറയണു, ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടാവണം എനിക്ക്. തിരുനാമങ്ങൾ എപ്പോഴും നാവിലിങ്ങനെ തത്തിക്കളിക്കണം. എപ്പോഴും ആ ഭഗവാന്റെ നാമം ജപിക്കുന്നതോടൊപ്പം ഭഗവാന്റെ സ്മരണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവൂലോ. കൃഷ്ണ എന്ന് പറയുമ്പോൾ കൃഷ്ണന്റെ സ്മരണ മനസ്സിൽ വരുമല്ലോ. അങ്ങനെ എപ്പോഴും സാധിക്കണം. നാം ഭഗവാന്റെ നാമവും ഭഗവാന്റെ സ്മരണയും ഞങ്ങളെ വിട്ടുപിരിയാതിരിക്കാൻ അനുഗ്രഹിക്കണമേ. എന്തിന്? എൻ്റെ ഈ മനുഷ്യജന്മം സഫലമാക്കാൻ. എന്താ കാരണം? ഈ മനുഷ്യജന്മമാണത്രേ ഈശ്വരപ്രാപ്തിക്ക് പറ്റിയ ജന്മം. ബ്രഹ്മാവ് പലതിനെയും സൃഷ്ടിച്ചു എന്നാ പറയാ. പലതും സൃഷ്ടിച്ചു ബ്രഹ്മാവ്, എന്നിട്ടൊന്നും ബ്രഹ്മാവിന് സന്തോഷമായില്ല. അതെന്താ? അവർക്ക് ആർക്കും അവരുടെ ഉള്ളിലെ ഈശ്വരനെ കാണാനുള്ള കഴിവില്ല. പൂച്ചയ്ക്ക് പറ്റുമോ? നായയ്ക്ക് പറ്റുമോ? വളർത്തുന്ന തത്തയ്ക്ക് പറ്റുമോ? പശുവിന് പറ്റുമോ? പറ്റുമോ? മാടുകൾക്ക് വല്ലതിനും പറ്റുമോ? അതിന് നാമം ജപിക്കാൻ പറ്റുമോ? ഇവിടെ വന്ന് ഭഗവാന്റെ കഥ കേൾക്കാൻ പറ്റുമോ? ബാലവിഹാർ ക്ലാസ്സിൽ പോകാൻ പറ്റുമോ? ഇല്ല. മനുഷ്യനായാലും ഇതൊക്കെ പറ്റിയ ഭഗവാന്റെ നാമം ജപിക്കാം, കഥ കേൾക്കാം, ഭഗവാനെ പൂജിക്കാം, ഭഗവാനെ ധ്യാനിക്കാം. ആ ഭഗവാന്റെ സ്മരണയോടെ മനസ്സ് ഭഗവാനിൽ ചേർത്ത് അജ്ഞാനത്തിൽ നിന്നും സംസാര ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാം. ഇതിനൊക്കെ സാധിക്കുന്ന ജന്മം മനുഷ്യജന്മമാണ്. അതുകൊണ്ടോ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവ് വളരെ സന്തോഷിച്ചു. അതുകൊണ്ട് സൃഷ്ടി മനുഷ്യനിലെത്തിയോടുകൂടി അവസാനിച്ചു. പിന്നെ നീ സൃഷ്ടിയിൽ പുരോഗതി ഇല്ല. മനുഷ്യനിൽ നീ ഇനി മാറ്റം ആന്തരികമാണ്, ബാഹ്യമല്ല. ഡാർവിനും അത് തന്നെ പറഞ്ഞു അല്ലേ? ഏകകോശ ജീവിയായ അമീബയിൽ നിന്ന് ആരംഭിച്ച ഈ എവല്യൂഷൻ, പരിണാമ പ്രക്രിയ, മനുഷ്യനായതോടുകൂടി ശാരീരികമായിട്ടുള്ള പരിണാമം അവസാനിച്ചു. ശരിയല്ലേ? ഫിസിക്കൽ എവല്യൂഷൻ ഇനി ഇല്ല എന്നാണ് ഐൻസ്റ്റീനും പറഞ്ഞത്. ഇനി ആന്തരികമായിട്ടുള്ള പരിണാമം മാത്രമേ ഉള്ളതെന്നർത്ഥം. നമ്മുടെ ഓരോരുത്തരും ഉള്ളിലുള്ള ആ ദിവ്യത്വത്തെ, ആ ഈശ്വരനെ, ആ സർവേശ്വരനെ, ആ പരമാത്മാവിനെ കണ്ടറിയുന്ന ആശ്രമം. അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ മനസ്സ് ഈശ്വരഭക്തി കൊണ്ട് ശുദ്ധമാക്കി നമ്മുടെ ഓരോരുത്തരിലും ദിവ്യ ചൈതന്യ സ്വരൂപേണ സാന്നിധ്യം ചെയ്യുന്ന സർവേശ്വരനെ സാക്ഷാത്കരിക്കുന്നതോടെ ആ വ്യക്തി മാനുഷിക പരിമിതികളൊക്കെ വിട്ട് ദൈവമനുഷ്യനായി. മനസ്സിലായോ? ആ ദിവ്യത്വത്തെ തിരിച്ചറിയലാണ് അടുത്ത സ്റ്റേജ്. ഈ ആന്തരിക പരിണാമമാണ്. അതിനുള്ള കഴിവ് മനുഷ്യനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ബ്രഹ്മാവ് സന്തോഷിച്ചതേ. നോക്കൂ, അപ്പൊ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞു. അപ്പൊ നമ്മളത് പ്രയോജനപ്പെടുത്തണ്ടേ? വേണം. അതിനുള്ള എളുപ്പവഴി എന്താ? ഭഗവാന്റെ തിരുനാമം. ഇന്ന നാമം എന്ന് കവി എടുത്ത് പറയണില്ലേ? ഏത് നാമവും ആയിടാം, ഇഷ്ടനാമം ജപിക്കുക എന്നാണ്. ഏത് നാമം ജപിക്കാം, പക്ഷെ അവനവന്റെ ഇഷ്ടദേവന്റെ നാമം ആവർത്തി ജപിക്കുക. അതെന്താ? ആ ഇഷ്ടദേവതയുടെ സാന്നിധ്യം ഹൃദയത്തിൽ എപ്പോഴും അനുഭവപ്പെടും. മനസ്സിലായോ? മാത്രല്ല ഈ കലികാലത്തിന് തിരുനാമ ജപത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. ഭഗവത് പ്രാപ്തിക്ക് മനസ്സ് ശുദ്ധമാക്കാൻ ഭഗവാന്റെ നാമം ഒന്ന് മാത്രം മതി. ഇത്രയും നൃത്തം. കലികാലത്ത് നമ്മുടെ മനസ്സ് എപ്പോഴും കലുഷമായിരിക്കും. അത്രേ കലവും കൽമഷചിത്താനാം. നമ്മുടെ മനസ്സ് കൽമഷം, കാമക്രോധ ലോഭ മോഹ മത മത്സര്യ അഹങ്കാര ഈർഷ്യ അസൂയ ഡംബ് ഇത്യാദികളുടെ കൂത്തരങ്ങ, കേളിരംഗ അല്ലേ? കലവ് കൽമഷചിത്താനം. പാപദ്രവ്യ ഉപജീവനം. എങ്ങനെയാ നമ്മൾ ഉപജീവനം നടത്തുക? അധർമ്മം ചെയ്തും തട്ടിപ്പറിച്ചും പറ്റിച്ചും അധർമ്മമാർഗത്തിലൂടെ പൊതുവെ ആൾക്കാർ ഉപജീവനം ചെയ്യുക. അപ്പൊ നമ്മൾ നേരിട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടാക്കിയ സമ്പത്ത് നമുക്കാർക്കെങ്കിലും ഡൊണേഷൻ തന്ന് അത് കഴിച്ചാലും പോയി, നമ്മുടെ മനസ്സ് കേടുന്നു അല്ലേ? അതുകൊണ്ട് പറയാൻ പറ്റില്ല മറ്റുള്ളവർ തരണത് എങ്ങനെ ഉണ്ടാക്കിയതാന്ന്. പാപദ്രവ്യ ഉപജീവനം. ആ മനസ്സിനെ ശുദ്ധീകരിക്കാൻ എന്താ വഴി?
കലൗ ഗോവിന്ദ കീർത്തനം നാസ്തി നാസ്തിയേവ നാസ്തിയേവ അതോ നാസ്തിയേവ നാസ്തിയേവ. ഈ ഭഗവാന്റെ തിരുനാമ ജപല്ലമല്ലാതെ വേറെ വഴി ഇല്ലവേ ഇല്ല മനസ്സിനെ ശുദ്ധമാക്കാൻ. കലൗ ഗോവിന്ദ കീർത്തനം. അതുകൊണ്ടാണ് ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂർ പോയ നാരായണ 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 എന്ന് ജപിക്കും. തിരുപ്പതി പോയ കണ്ട ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും ഗോവിന്ദനാമ സങ്കീർത്തന. ശ്രദ്ധിച്ചിട്ടതൊക്കെ ലജ്ജ വിട്ട് ഭഗവൻ നാമം ജപിക്കാറായാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പൊ ഭഗവൻ നാമത്തിന്റെ മഹിമ, മനുഷ്യജന്മത്തിന്റെ സാഫല്യത്തിന് ആ നാമജപത്തിന്റെ പ്രാധാന്യം, ഈശ്വരഭക്തി, ഹൃദയശുദ്ധി, ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കവി ഈ നിസ്സാരമെന്ന് തോന്നുന്ന ശ്ലോകങ്ങളിലൂടെ. ശരിയോ? ഗുരുനാഥൻ തുണജൈക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഇത്രയും മനസ്സിലാക്കിയ നമ്മൾ ഈ നിമിഷം മുതൽ എന്ത് ചെയ്യണം? ഈ നിമിഷം മുതൽ എന്ത് ചെയ്യണം? ഒരു കർത്തവ്യമുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട് നമുക്ക്. എന്തത്? ഇതുവരെ നാമം ജപം തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം ജപിക്കാൻ തുടങ്ങണം. ആരെങ്കിലും നിങ്ങൾ നാമം ജപിക്കാറുണ്ടോ? പലരും ജപിക്കാറുണ്ട്. ജപിക്കാത്തവരുണ്ടോ? എന്നാൽ ഈ നിമിഷം മുതൽ കൃഷ്ണാനോ ഗോവിന്ദാനോ നാരായണാനോ മഹാദേവാനോ ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടദേവന്റെ നാമം ഈ നിമിഷം മുതൽ ജപിക്കാൻ തുടങ്ങിക്കണം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്ന് വേണ്ട, സദാസമയം ഭഗവൻ നാമ ജപം. മനസ്സിലായോ? ആ ജപത്തിലൂടെ ഭഗവാനെ ഓർമ്മിക്കാറാവണം. കർമ്മം ചെയ്യുന്ന സമയത്തോ പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്തോ ആ ഭഗവാന് വേണ്ടി വിചാരിച്ച ആ കർമ്മങ്ങളെ അനുഷ്ഠിക്കുക. പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഭഗവാനെ ഓർമ്മിക്കുക, പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ ഓർമ്മിക്കുക. ഹനുമാൻജി കണ്ടുണ്ട് എന്ത് ചെയ്യാൻ പോകുമ്പോഴും ഒരു നിമിഷം ആ കണ്ണടച്ച് തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശ്രീരാമനെ സ്മരിക്കും. അല്ലേ? ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ എന്തും ആരംഭിക്കുക. പരാജയം ഉണ്ടോ അദ്ദേഹത്തിന്? ഹനുമാൻജിക്ക് പരാജയം ഉണ്ടോ? ഹനുമാൻജിയുടെ ഹൃദയം അങ്ങോട്ട് പിളർന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. കണ്ടിട്ടില്ലേ ആ പടം? നിങ്ങൾ ഫോട്ടോ കണ്ടുണ്ടോ? ഹനുമാൻജിയുടെ ആ ഹൃദയം അങ്ങോട്ട് തുറന്നപ്പോ അവിടെ പ്രതിഷ്ഠിച്ചേക്കണ ആരെയാന്ന് ഫോട്ടോ എടുത്ത് പല ചിത്രകാരന്മാരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരാ അവിടെ പ്രതിഷ്ഠിച്ചേക്കണേ? ഹനുമാൻജിയുടെ ഹൃദയത്തിൽ ആരുടെ പട? സീതയുടെയും രാമന്റെയും. നമ്മുടെയൊക്കെ ഹൃദയത്തിലെ മനസ്സിൻ്റെ ഉള്ളിലെ ഫോട്ടോ എടുക്കാൻ വല്ല മെഷീനും വന്നാൽ ആൾക്കാർ സമ്മതിക്കില്ല. ഈ ശരീരത്തിലേക്ക് എടുക്കാൻ സമ്മതിക്കും. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലിരിക്കണതിന്റെ ആരുടെ ഫോട്ടോ എടുക്കാൻ ആരെങ്കിലും ഏത് മെഷീൻ കണ്ടുപിടിച്ചാൽ നമ്മൾ പറയും എന്റെ എടുക്കണ്ടാട്ടോ, വേണ്ടാട്ടോ. എന്താ കാരണം? അവിടെ വല്ലവരെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവോ നമ്മള്? ശരിയോ? അവിടെ കൃഷ്ണനെ ഉണ്ടാവോ? ഗുരുവായൂരപ്പനെ ഉണ്ടാവോ? ഭഗവാനെ ഉണ്ടാവോ? ഭഗവതി ഉണ്ടാവോ? ആ ഹൃദയത്തിൽ ഭഗവാനെ മാത്രമേ പ്രതിഷ്ഠിക്കാവൂ. അത് നമ്മൾ പഠിക്കണം മക്കളെ. മനസ്സിലായോ? ആ ഹൃദയത്തിൽ ഭഗവാൻ പ്രതിഷ്ഠിക്കണം. ആ ഭഗവാന്റെ രൂപം, നാവിൽ ഭഗവാന്റെ നാമം, കൈകാലുകളെ കൊണ്ട് ചെയ്യുന്ന പണികളൊക്കെ ഭഗവാന്റെ സേവ, ഭഗവൻ കൈങ്കര്യം, ഭഗവാന്റെ സേവനം, ഭഗവാന്റെ പൂജനം. ഇതായ ജീവിതം മുഴുവൻ ഭഗവന്മയമായി രക്ഷപ്പെട്ടു നമ്മൾ. മനസ്സിലാവേണ്ടതൊക്കെ ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണെന്ന് വിചാരിക്കരുത്, സിമ്പിളാന്ന് വിചാരിച്ച് തള്ളരുത്. നമ്മുടെ ജീവിതം ധന്യം, കൃതാർത്ഥം, പരമാനന്ദമാക്കാൻ വേറൊന്നും ആവശ്യമില്ല. ഇത്ര ലളിതമായ കാര്യങ്ങൾ ലളിതമായി പൂന്താനം പറഞ്ഞു തരുമ്പോൾ നമ്മൾ ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് അല്ലേ? അതിന്റെ മഹത്വം അറിയാതെ അതിനെ കണ്ടില്ലെന്ന് പഠിക്കുന്നു. അങ്ങനെ ആവരുതേ. ഈ നിമിഷം മുതൽ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് ആ ഇഷ്ടദേവന്റെ നാമം നിരന്തരം ജപിക്കാൻ തുടങ്ങണം കേട്ടോ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ. മഹാത്മാക്കളൊക്കെ നോക്കൂ, എത്ര മഹാത്മാക്കളുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. അദ്വൈത ആചാര്യന്മാർ പോലും വേദാന്ത തത്വം സാക്ഷാത്കരിച്ച ആത്മജ്ഞാനികളായ ജീവൻ മുക്തരായ മഹാത്മാക്കൾ പോലും നാമജപ സാധനയിലൂടെയാണ് ആ തലത്തിലേക്ക് എത്തിയത്. മനസ്സിലായോ? ഭഗവാന്റെ നാമജപത്തിലൂടെ എളുപ്പം മനസ്സിനെ ശുദ്ധീകരിച്ച് ഭഗവത് അനുഭവം നേടാൻ സാധിക്കും. പലരും എത്ര മഹാത്മാക്കൾ. പൂജ്യ ഗുരുദേവൻ ചിന്മയാന സ്വാമികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വാമിജിയുടെ കയ്യിൽ എപ്പോഴും ഒരു കുഞ്ഞു മാല ഉണ്ടാവും. സ്വാമി വെറുതെ ഇരിക്കുമ്പോൾ സദാ ലെക്ചർ കൊടുക്കുമ്പോൾ ലെക്ചർ, അല്ലാത്ത സമയത്തൊക്കെയോ കൃഷ്ണ 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 എന്ന് ജപിച്ചുകൊണ്ടാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? വേറൊരു വിചാരവും ഇല്ല, സദാ കൃഷ്ണ സ്മരണയില. മനസ്സിലായോ? നമ്മളെ പഠിപ്പിക്കുക മഹാത്മാക്കള്. നാമജപത്തിൽ മുഴുകാതാർക്കും പാടില്ല. അവനെ നേരിട്ട് ഈശനെ ദർശിക്കാനാവില്ല. നാമജപമാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗം. അതുകൊണ്ട് എപ്പോഴും നാമം ജപിക്കാൻ തോന്നണേ. ഭഗവാനെ പ്രാർത്ഥിക്കണം, നാമം ജപിക്കാൻ ആരംഭിക്കണം. രാവിലെയും വൈകുന്നേരം ചിട്ടയോടുകൂടി നിഷ്ഠയോടുകൂടി ഇന്ന് അരമണിക്കൂർ നേരോ 1 മണിക്കൂർ നേരോ സമയം പോലെ ഒന്ന് ജപിക്കണം. മനസ്സിലായോ? എളുപ്പം എന്താ? രാവിലെ എണീറ്റ ഉടനെ കുറച്ചു നേരം ഭഗവാനെ ഓർത്ത് നാമം ജപിക്കുക. കിടക്കാൻ പോണതിന് മുമ്പ് കുറച്ചു നേരം
ഉറങ്ങുന്ന മുമ്പ് ഇരുന്ന് നാമം ജപിച്ചിട്ട് ഉറങ്ങുക. ഇങ്ങനെ സ്വഭാവമാക്കിയ ക്രമേണ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും, അപ്പോഴൊക്കെ ജപിക്കാറാവും. മനസ്സിലായോ? കാരണം നമ്മുടെ സുഹൃത്ത് ഭഗവാനാണ്, നമ്മുടെ അച്ഛനും അമ്മയും ബന്ധുവും എല്ലാം ഭഗവാനാണ്. ഭഗവാൻ മാത്രമാണ് നമ്മെ ഒരിക്കലും വിട്ടുപിരിയാതെ നശിക്കാത്ത വസ്തു. ബാക്കിയുള്ളവരൊക്കെ വിട്ടുപിരിഞ്ഞു പോകും, അപ്പൊ സങ്കടം ഉണ്ടാവും. ആ സങ്കടം ഉണ്ടാവാണ്ടിരിക്കണേ വിട്ടുപിരിയാത്ത ഭഗവാനെ എപ്പോഴും ഓർമ്മിക്കണ്ടേ? സാധിക്കണം. എന്നിട്ട് പറയണു, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്കൂ വിനാശവും, ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. ഈ മനുഷ്യ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കടങ്കഥയല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. വല്ല ആദ്യോ അന്തോ നമുക്കറിയോ? തികച്ചും മനുഷ്യൻ ജീവിതത്തെക്കുറിച്ച് അജ്ഞനായിട്ടല്ലേ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്നത്. ഈ ശരീരമെടുത്ത് നമ്മൾ പ്രത്യേക ഒരു അച്ഛൻ്റെ ഒരു അമ്മയുടെ മോനോ മോളോ ആയി പിറന്നു അല്ലേ? അതിൽ നമുക്ക് വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ? എന്തിന് ഞാൻ ഈ വീട്ടിൽ ജനിച്ചു, എന്തിന് ഞാൻ പെണ്ണായി, എന്തിന് ഞാൻ ആണായി, യാതൊരു തുമ്പിടിയില്ല. ഉണ്ടോ? ഇല്ല. ഈ ശരീരമെടുത്ത് ഞാൻ ഇവരുടെ അച്ഛനും മകനും മകളുമായി പറക്കണേന് മുമ്പ് ഞാൻ ആരായിരുന്നു? കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു? ആരുടെ അച്ഛനായിരുന്നു, ആരുടെ അമ്മയായിരുന്നു, ആരുടെ മോനോ മോളോ ആയിരുന്നു? നിശ്ചയുണ്ടോ? ഇനി മനുഷ്യൻ തന്നെയായിരുന്നു? പല നിശ്ചയുണ്ടോ? ഇനി ഈ ജീവിതം കഴിഞ്ഞാൽ, മരിച്ചു പോയാൽ ഞാൻ ആരാവും, എവിടെ എത്തും, എവിടെയാ ഇനി പോയി പറക്കുക? അതോ പറക്കുവോ പറക്കൂല്ലയോ? എന്തെങ്കിലും നമുക്ക് നിശ്ചയുണ്ടോ? തികച്ചും അജ്ഞതയിലല്ലേ, നിഗൂഢമാണ് വാസ്തവ ജീവിതം. ആലോചിച്ച് നോക്കിയ അല്ലേ? എന്താ നമ്മുടെ കയ്യിലുള്ളത് പറയാൻ കഴിയുക? പറയൂ. ഇനി ജീവിച്ചിരിക്കുമ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ ഇന്ന രീതിയിൽ സംഭവിക്കും എന്ന് ഉറപ്പുണ്ടോ? നമുക്ക് പ്ലാൻ ചെയ്യാം, പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ പറയാൻ സംഭവിച്ചു എന്ന്, ഇന്ന മാതിരിയൊക്കെ കാര്യങ്ങൾ നടക്കണം, വല്ല ഉറപ്പുണ്ടോ? അതുമില്ല. ഇന്നലെ വരെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത പലതും സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തിനാ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചത്, അതെന്തിനാ അങ്ങനെ വന്നത്, ഇതെന്തിനാ ഇങ്ങനെ വന്നത്, ഇരുന്ന് ആലോചിക്കാനല്ലാണ്ട് വല്ലത്തും പിടി കിട്ടുന്നുണ്ടോ? നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കൂ. ഈ പൂന്താനം പറയുന്ന വാക്കുകളൊക്കെ വളരെ വളരെ ഗൗരവമേറിയതാണ്. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഒന്ന് ഈ ജീവിതത്തിൽ ഇന്നലെ വരെ, നാളെ. മറ്റെന്താ? ഈ ജീവിതത്തിന് മുമ്പുള്ള ജീവിതങ്ങളിൽ എന്താണെന്നറിയില്ല, ഇനി വരും ജീവിതം എന്താവും, മരണശേഷം എന്താണെന്നറിയില്ല. ഈ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഈ ജീവിതത്തിൽ പലതും നമ്മൾ ആഗ്രഹിക്കുന്നു, പലതും നിറവേറണു, പലതും നിറവേറാതെ പോകണു ഇല്ലേ? പലതും ആഗ്രഹിച്ച പോലെ നടക്കണു, ചിലപ്പോൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ വന്നു ചേരണു. കഴിഞ്ഞ കാലത്തിന്റെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ വരും കാലത്ത് എന്താവും പറയാൻ പറ്റുമോ? ഞാൻ വിചാരിക്കണ മാതിരി കാര്യങ്ങൾ നടക്കുന്നു, പലതും പറയാൻ പറ്റുമോ? ഉറപ്പില്ല കേട്ടോ. ആ ചുരുക്കം പറഞ്ഞ നമ്മുടെ ഈ ജീവിതം അജ്ഞതയിലും ആ അജ്ഞതയുടെ അനിശ്ചിതത്വത്തിലല്ലേ തുടരണത്. ചിന്തിച്ചു നോക്കൂ എന്ന് പറയാം. ആലോചിക്കണേ. നമുക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ നേരില്ല. ബിസിയാണ്, ബിസി 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 ആൾക്കാര്. എവിടേക്കാണോ ഈ ബിസി ആയിട്ട് ഓട്ടം? ഒരു വണ്ടി, തീവണ്ടി, വളരെ സ്പീഡാണ്, നോൺ സ്റ്റോപ്പ് വണ്ടി. അപ്പൊ പുതിയ പുതിയ വണ്ടികൾ അങ്ങനെ ഇറങ്ങാൻ പോകണ്ട അല്ലേ? നോൺ സ്റ്റോപ്പ് വണ്ടി. ആ വണ്ടി തുടങ്ങണം, ഇനാഗുറേഷൻ മന്ത്രിയൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തു. ആർക്കും അതിൽ കയറാൻ ഫ്രീ ആണ്, ടിക്കറ്റ് കാശ് കൊടുക്കണ്ട. ഇത് കേട്ടോടുകൂടി ആൾക്കാർ ഓടി വന്നു കൂടി. ആദ്യം ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള ഏതാ? ഫസ്റ്റ് AC അല്ലേ? അതിൽ വന്ന ആൾക്കാർ നിറഞ്ഞു. ആദ്യം വന്നവർക്ക് അത് കിട്ടി. പിന്നെ സെക്കൻഡ് AC, പിന്നെ അത് കഴിഞ്ഞപ്പോൾ തേർഡ് AC, പിന്നെ AC ഒക്കെ കഴിഞ്ഞു, ഫസ്റ്റ് ക്ലാസ് ആ കമ്പാർട്ട്മെന്റ് നിറഞ്ഞു. പിന്നെ സ്ലീപ്പർ ക്ലാസ്, പിന്നെ അതും നിറഞ്ഞു. പിന്നെയോ ജനറൽ കമ്പാർട്ട്മെന്റ്, അതും നിറഞ്ഞു. എല്ലാവരും തിക്കി ഇറക്കി. ഫ്രീ ആണല്ലോ. വണ്ടി പുറപ്പെടാറായി. അപ്പോ ഒരാളവിടെ വന്നു. എന്നിട്ട് ചോദിച്ചു, ഈ വണ്ടി എവിടേക്കാ പോണേ? ഹേയ് വേറിക്കോളാ, ഫ്രീയാ, കയറിയോര് പറയാ. പക്ഷെ കയറാനേ മുമ്പേ ഈ വണ്ടി എവിടേക്കാ പോണേ അതറിഞ്ഞിട്ട് വേണ്ടേ കയറാൻ? ഒറ്റ കുഞ്ഞി ഈ വണ്ടി എവിടേക്കാ പോണേന്ന് അന്വേഷിച്ചിട്ടില്ല. ഡ്രൈവറും ഇല്ല. ഓട്ടോമാറ്റിക് വണ്ടിയാ. സ്റ്റേഷൻ മാസ്റ്ററോട് പോയി ചോദിച്ചു, അതോ ശ്മശാനത്തിലേക്ക് പോണ വണ്ടി അത്രയാണ്. നമ്മുടെ ജീവിത വണ്ടി പോണത് എവിടേക്കാ? അധികം ആൾക്കാരുടെ ജീവിത വണ്ടി പോയി നിൽക്കുന്നത് ശ്മശാനത്തിൽ, പട്ടണയിൽ. സത്യോ? ഈശ്വരവാദങ്ങളിലാണോ? എവിടെയാ പോയി എത്തേണ്ടത്?
ഈ വണ്ടിയിൽ എവിടേക്കാ വണ്ടി പോണേന്ന് അറിയാതെ കയറി കൂടി തിക്കി തിരക്കി കൂടിയിരിക്കുന്ന ആൾക്കാരെ മാതിരി ഈ ലോകത്തില് ഈ ജീവിതയാത്രയിൽ നമ്മളൊക്കെ കയറി കൂടിയിരിക്കുന്നത്. ശരിയോ? എവിടേക്കാടോ? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പറന്നു വീണു. ഇനിയും ആ പട്ടണ ശ്മശാനത്തിലേക്ക്. അതിനാണോ ജനിച്ചത്? ഇതാണോ ജീവിതത്തിന്റെ ഉദ്ദേശം? അല്ലല്ലോ. മരിക്കാതിരിക്കല്, ചാവാതിരിക്കല് അമൃതത്വപ്രാപ്തിയാണ്. ഭഗവത്പാദത്തെ അടയലാണ്, പ്രാപിക്കലാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം. അതിനുവേണ്ടി പരിശ്രമിക്കണ്ടേ എന്നാണ്. അല്ലാതെ എന്തിന് ഈ അനിശ്ചിതത്വത്തില്, ഈ അജ്ഞതയില് എന്ത് സംഭവിച്ചു, ഇനി എന്ത് സംഭവിക്കുന്ന അറിയാതെ ഈ മനുഷ്യൻ ഇങ്ങനെ കഴിഞ്ഞുകൂടുക? ഒന്നും പറയാൻ വയ്യാന്നർത്ഥം. എന്തിന് എല്ലാ സുഖങ്ങൾക്കും ആസ്പദവും ആശ്രയവും ആധാരമായി കണക്കാക്കുന്ന ഈ ദേഹത്തിന്റെ സ്ഥിതി എന്താ? ഈ ദേഹം തന്നെ ഏത് നിമിഷവും നശിച്ചു പോവാം. ഇന്ന നേരം ഇരിക്കുന്നു പറയാൻ പറ്റുമോ? ഇന്നീ കണ്ട തടിക്കൂ വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. ഒരു പരമമായ പ്രപഞ്ച രഹസ്യം അഥവാ പച്ചയായ സത്യല്ലേ പൂന്താനം. അദ്ദേഹം സംസ്കൃത അറിയില്ലാന്നൊക്കെ ആൾക്കാർ ആരാ പറയണേ? അദ്ദേഹം സകല വേദാന്ത ശാസ്ത്രങ്ങളും അറിയാം. അതിന്റെ സാര ഈ ജ്ഞാനപ്പാന അല്ലേ? ശരിയോ? പരമസത്യമല്ലേ നമ്മളെ ഓർമ്മിപ്പിക്കണത്? ത്രികാലജ്ഞാനികളായ മഹാത്മാക്കൾക്കല്ലാതെ സാധാരണ അജ്ഞന്മാരായ ആൾക്കാർക്ക് ഒന്നും അറിയാൻ കഴിയണില്ല. ഈ ശരീരത്തിൽ ഞാൻ എൻ്റെന്ന് അഭിമാനിച്ച് ലാളിച്ച് പരിപോഷിപ്പിച്ച് അല്ലേ, ലാളന പോഷണ പ്രീണനങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുനടക്കുന്ന ഈ ദേഹം ഉണ്ടല്ലോ, പൗഡറൊക്കെ ഇട്ട് പട്ടൊക്കെ ഇട്ടിട്ട് കണ്ണൊക്കെ എഴുതി ചുട്ടൊക്കെ ഇട്ട് ചിന്തത്തൊക്കെ വെച്ച് തേച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്ന ആ തടിയുടെ സ്ഥിതി എന്താ? ഈ തടി ഏത് നിമിഷം പോകുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ ജീവിതകാലത്തിൽ എന്തെല്ലാം രോഗങ്ങളും കഷ്ടങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു, ക്ലേശിപ്പിക്കുന്നു. ജന്മ, മൃത്യു, ജരാ, വ്യാധി, ദുഃഖം. ചിന്തിച്ചാൽ മതി. പല രോഗങ്ങള് അല്ലേ, പല കഷ്ടപ്പാടുകള്, അനിഷ്ടാനുഭവങ്ങള്, പലതരത്തിലുള്ളതായ പ്രിയപ്പെട്ടവരുടെ വേർപാട്, അപ്രിയമായ വസ്തുക്കളുടെ അനുഭവങ്ങളുടെ വരവ്, അകപ്പാട മനസ്സിന് വിഷമവും കഷ്ടവും ക്ലേശവും. അങ്ങനെയുള്ള ഈ ലോകത്തിൽ ശാശ്വതമായി എന്തെങ്കിലും ഉണ്ടോ? നശ്വരമായ ഈ ലോകത്തിൽ ശാശ്വതമായ വലുതുണ്ടോ എന്ന തിരയിലാണ് സത്യാന്വേഷണം. അതാണ് ഭഗവാൻ അച്യുതൻ, ഭഗവത് പ്രാപ്തി എന്നൊക്കെ പറഞ്ഞതേ. ഇതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ പൂന്താനം ഒരു ജീവിത യാഥാർത്ഥ്യം നമ്മളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുക, അഥവാ നമ്മളെ ചിന്തിപ്പിക്കുക. പൊതുവെ മനുഷ്യൻ ചിന്തിക്കാതെ ഇങ്ങനെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിക്കണ്ടോന്നാ ചോദിക്കണേ? ഈ ജന്മത്തില് ഒരു പ്രത്യേക വീട്ടിൽ വന്ന് പിറന്നത് എന്തുകൊണ്ട്? നമ്മളോട് ചോദിച്ചിട്ടാണോ? നമുക്ക് മാറ്റാൻ പറ്റുമോ? ആ വീട്ടിൽ പിറന്നില്ലല്ലോ, അവരുടെ മോനായില്ലല്ലോ, ഇവരുടെ മോളായില്ലല്ലോ, അയാളുടെ ഭാര്യ ആയില്ലല്ലോ, ഇയാളുടെ ഭർത്താവായില്ലല്ലോ. എന്തിനാ ഇവര് തന്നെ എനിക്ക് മക്കളായത്? ആ കുട്ടികൾ എൻ്റെ മക്കളായിരുന്നെങ്കിൽ? ഇങ്ങനെ എന്തൊക്കെ നമുക്ക് തോന്നാം. ശരിയോ? പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെയൊന്നും ആയില്ലല്ലോ. അപ്പൊ അവിടെ എന്താ നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളത്? അതെ, കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു നമ്മുടെ അച്ഛനും അമ്മയും? നമ്മൾ ആരുടെ അച്ഛനും അമ്മയായിരുന്നു? അത് നിശ്ചയില്ല. ഇനി വരും ജന്മത്തിൽ ആരാവും? അത് നിശ്ചയില്ല. ഇനി ജീവിച്ചിരിക്കുമ്പോഴെങ്കിലും നമ്മൾ പലതും പ്ലാൻ ചെയ്തു, ജീവിതത്തിൽ പലതും നടന്നു, പലതും നടക്കാണ്ട് പോയില്ലേ? ഇനിയും അങ്ങനെ തന്നെ നഷ്ടം. അങ്ങനെ ഇരിക്കുമ്പോ ഈ ദേഹത്തിന്റെ സ്ഥിതി നോക്കൂ. ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ ശരീരത്തിന്റെ അവസ്ഥ എന്താ? ഇത്രയൊക്കെ ലാളിച്ച് പരിപാലിച്ച് ഞാൻ എൻ്റേത് എന്ന അഭിമാനത്തിന് ആസ്പദമായ ഈ ദേഹം, ഈ മമതയ്ക്കൊക്കെ ആസ്പദം ഈ ദേഹല്ലേ? ആ ദേഹത്തിന്റെ സ്ഥിതി എന്താ? ഏത് നിമിഷവും കഴിയാം നഷ്ടം. ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം വർത്താനം പറഞ്ഞ് പിരിഞ്ഞതാ, ഇന്ന് രാവിലെ കേൾക്കണം മരിച്ചു പോകുന്നു. ഇത്ര നേരം വേണം? ശരിയോ? നീ കണ്ട തടിക്ക് വിനാശവും ഈ തടിയുടെ ഈ ശരീരത്തിന്റെ നാശം ഇന്ന സമയം പറയാൻ പറ്റില്ല എന്നർത്ഥം. ഭജഗോവിന്ദത്തിൽ ആചാര്യസ്വാമികൾ പറയും, നളിനീദള ഗദജലം അതിതരളം തദ്വത് ജീവിതം അതിശയ ചപലം. താമരത്തളത്തിൽ തങ്ങി നിൽക്കുന്ന ആ വെള്ളത്തുള്ളിയുടെ ആയുസ് എത്രയുണ്ട്? ഒരു കാറ്റ് വന്ന ആ പൂവൊന്ന് ചെരിഞ്ഞാൽ കഴിഞ്ഞൂലേ? ഇത്രയേ ഉള്ളൂ നമ്മളുടെയൊക്കെ. നമുക്ക് ആ താമരയിലയിൽ വെള്ളം ഇരിക്കുന്നത് കണ്ട് പരിചയം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചേമ്പുണ്ടാവും, ചേമ്പിൻ്റെ ഇല, താളിൻ്റെ ഇല, അതിൽ വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോൾ, മഴ പെയ്ത് വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോൾ പളുങ്കോണി പോലെ ഉണ്ടാവൂലേ? എന്ത് സുന്ദരമായിരിക്കും. പക്ഷെ എത്ര നേരം അതങ്ങനെ ഇരിക്കുക? ചെറിയൊരു കാറ്റ് വന്ന് ഇങ്ങനെ മാറുമ്പോഴേക്കും ഇളകുമ്പോഴേക്കും ആ വെള്ളം, ആ വിളങ്കുമണിയുടെ ആയുസ് കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ആയുസ്.
അപ്പൊ ഇതിൽ അഹങ്കരിക്കാൻ വകയില്ല എന്നർത്ഥം. നമ്മൾ ഈ അഹങ്കാരം വെച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ദേഹത്തിലാ. ഇതിനെന്താണ് സ്ഥിരതയുള്ളത് എന്ന് ആലോചിക്കാൻ പറയാം. വിദ്യവ്യാധി അഭിമാനഗ്രസ്തം ലോകം ശോകഹദം ജസമസ്തം. ആ അല്പകാലം ഈ ശരീരത്തിൽ അഭിമാനം വെച്ചുകൊണ്ട്, അഹന്ത വെച്ചുകൊണ്ട്, ദുരഭിമാനം എന്തൊക്കെയാ വെച്ചുകൊണ്ട് നമ്മളിരിക്കുന്നത്. ആ ജീവിതകാലമോ പലതരത്തിലുള്ളതായ ലോകം, ദുഃഖം, ദുഃഖം, ക്ലേശം, വിഷമം, ടെൻഷൻ, വറി, അകപ്പാടെ നരകസമാനം. എന്നിട്ടും നാം അന്വേഷിക്കേണ്ടോ ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി, ഈ ദുഃഖത്തിൽ നിന്നൊക്കെ മോചനം നേടാൻ എന്താ വഴിയെന്ന്. എഴുത്തച്ഛൻ രാമായണത്തിലെ മനുഷ്യജീവിതത്തിന്റെ അല്പത്വത്തെ, നിസ്സാരതയെ, നൈമിഷികതയെ കാണിച്ചിര. വന്യസന്തസ്ത ലോഹസ്താംബു ബിന്ദുരാസന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു ഇരുമ്പ് തട്ടില് ഒരു തുള്ളി വെള്ളം വീണാൽ ആ വെള്ളത്തിന്റെ ആയുസ് എത്രയുണ്ടാവും? നമുക്ക് നല്ല അമ്മമാർക്കൊക്കെ പരിചയം ഉണ്ടാവും. ദോശക്കല്ല് അടപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ പുകയുമ്പോൾ ഇത്തിരി വെള്ളം എടുത്ത് കളിച്ചു എന്ന് പറഞ്ഞു, ആ വെള്ളം എവിടെ പോയെന്ന് കണ്ടില്ല അല്ലേ? ആ വെള്ളം ചുട്ടുപഴുത്തിരിക്കുന്ന തട്ടില് ദോശത്തില് ഒരു തുള്ളി വെള്ളം വീണാൽ ആ വീണ ഒരു തുള്ളി വെള്ളത്തിന്റെ ആയുസ് എത്രയാ? ഇതുപോലെയാണത്രേ മനുഷ്യന്റെ ആയുസ്, ക്ഷണഭംഗുരം. അതൊന്നും അറിയാതെ വേറൊരിടത്ത് പറയാണ്, ആ ചക്ഷുശ്രവണ വിളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. പാമ്പിന്റെ വായിലിരിക്കുന്ന തവളയുടെ ആയുസ് എത്രയുണ്ട്? ഏത് നിമിഷം കഴിഞ്ഞൂലേ, റിപ്പോർട്ട് വിഴുങ്ങിയ കഴിഞ്ഞു. പക്ഷേ ആ തവള അതറിയാതെ ആ പാമ്പിന്റെ വായിൽ രക്ഷപ്പെടാൻ ശ്രമിക്കാതെ നാവ് നീട്ടിയിട്ട് പുറത്തു നടക്കണ ഈച്ചയെ പിടിച്ച് തിന്നാൻ നോക്കുന്നു അത്രയും അർത്ഥം. ആ ഈ പാമ്പിന്റെ വായിരിക്കുന്ന തവളയ്ക്ക് വിവേകമില്ലാന്നിരിക്കാം. നമ്മളൊക്കെ വലിയ പഠിപ്പ്, കോളേജിലും എഞ്ചിനീയറിങ്ങും ഡോക്ടറും ഒക്കെ പഠിച്ച വലിയ വലിയ ആൾക്കാരല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ വലിയ വിദ്യാഭ്യാസ സമ്പന്നന്മാര്, വിവേകശാലികളായ മനുഷ്യരെന്ന് പറയണ നമ്മള് ഈ തവളയിലും ഒട്ടും മെച്ചല്ല അത്രേ. നമ്മളെ ആരും പാമ്പ് പിടിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? കാലാഖിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു എന്നാണ് നമ്മളെ കുറിച്ച് എഴുത്തച്ഛൻ പറയണത്. പെരുമ്പാമ്പ്, കാലമാകുന്ന പെരുമ്പാമ്പിന്റെ വായല നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് എപ്പോൾ പുറത്തേക്ക് വന്നോ അപ്പ പാമ്പിന്റെ വായലായി. ഓരോ ദിവസം ചെല്ലും തോറും, ഓരോ പിറന്നാളിനും തോറും നമ്മൾ ആ കാലമാകുന്ന പെരുമ്പാമ്പിന്റെ വായലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരില്ലേ. നമുക്ക് എത്ര ആയുസ്? ഡോക്ടർ ജ്യോതിഷം പറഞ്ഞിട്ടുണ്ട് 88 ശേഷം ചിന്തിയം എന്ന് ജാതകത്തില്. ഇപ്പൊ 88 വരെ ഇരിക്കുന്ന ഉറപ്പ്. ആ 88 ഇപ്പൊ എത്രയായി? ഇപ്പൊ 78 കഴിഞ്ഞു സ്വാമി. ഇനി എത്രയുണ്ട്? 10. അപ്പൊ പുറത്ത് എത്രയുണ്ട്? 78 ഉള്ളില്, 10 പുറത്ത്. അപ്പൊ ഏതാണ്ട് ഇതാ നെഞ്ച് വരെ ഇറങ്ങി കഴിഞ്ഞേക്കണു അല്ലെ, കഴുത്ത് വരെ ഇറങ്ങി കഴിഞ്ഞേക്കണു. ശരിയോ? അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ആയുസിന്റെ അലിപ്പം എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ആ പാമ്പിന്റെ വായിൽ നമ്മൾ എത്ര ഇറങ്ങിയിട്ടുണ്ട്? കുറച്ചേ ഉള്ളൂ അല്ലെ പുറത്ത്. ആ പുറത്തിരിക്കുമ്പോ ഈ പാമ്പിന്റെ വായിൽ രക്ഷപ്പെടണ്ടേ? കാലമാകുന്ന പെരുമ്പാമ്പിന്ന് രക്ഷപ്പെടണമെങ്കിൽ കാലദേശാവധിഭ്യാം നിർമുക്തനായി, കാലദേശങ്ങൾക്ക് അതീതനായിരിക്കുന്ന സർവേശ്വരനെ, സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാനെ, ഗുരുവായൂരപ്പനെ ഭജിച്ച് ആ ഭഗവാനെ സാക്ഷാത്കരിക്കണം. എന്നാൽ മാത്രമേ ഈ കാലത്തിന്റെ പിടിയിൽ രക്ഷയുള്ളൂ. ഇതാരെ അറിയണേ? ഇതൊന്നും അറിയാതെ വീണ്ടും ഭോഗങ്ങളുടെ പുറകെ, ഇന്ദ്രിയ വിഷയങ്ങളുടെ പുറകെ, അധികാരത്തിന്റെ പുറകെ, സ്ഥാനമാനത്തിന്റെ പുറകെ, പേരിന്റെയും പ്രശസ്തിയുടെയും പുറകെ ഓടി നടക്കണു. അതിലൂടെ ശാന്തി, സുഖം, സമാധാനം, സുരക്ഷിതത്വം ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഈ ജീവിതത്തെ ഒന്ന് പച്ചയായിട്ട് കാണിച്ചു തരാ പൂന്താനം നമ്പൂരി. നോക്കണം. അതുകൊണ്ട് എന്ത് വേണം? ഈ ജീവിതം 7 നിമിഷവും അവസാനിക്കാം. 7 നിമിഷവും അന്ത്യനിമിഷമാണ്. ശരിയോ? പുറത്തുപോയ വായു അടുത്ത നിമിഷം അകത്തേക്ക് വരാൻ നമ്മൾ ഇരിക്കുന്ന ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. പുറത്തേക്ക് പോയ കാറ്റ് അതോടെ കഴിയാം. ഹൃദയം ഓരോ നിമിഷം ടിക് 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 ടിക്, ഓരോ നിമിഷം നിൽക്കട്ട് അടുത്ത നിമിഷം എടുക്കും. ടേക്ക് ഓഫ് ചെയ്യുന്ന വല്ല ഉറപ്പുണ്ടോ? ഇല്ല. അതാ ടിക്കുന്ന എവിടെ നിൽക്കാം. ശരിയോ? നമ്മുടെ ആരുടെ കയ്യിലാണ് അതിൻ്റെയൊക്കെ കൺട്രോൾ ഇരിക്കണേ? ഈശ്വരന്റെ കയ്യിൽ ഇതിന്റെ മുഴുവൻ കൺട്രോള്. ആ ഈശ്വരനെ ഭജിക്കൂ. അതുകൊണ്ട് പൂർവന്മാര് പറഞ്ഞു, കരൾ വിവേകം കൂടാതെ കണ്ടര നിമിഷം ബതകളയരുതാരും മരണം വരുമിനി എന്ന് നിനച്ചിഹമരുവുക സതതം നാരായണ ജയ. ഇഹലോകവാസം 7 നിമിഷം അവസാനിക്കാം എന്ന് സദാ വിവേകശാലിയായ ആളുള്ളിൽ ഓർത്തുകൊണ്ട് ഓരോ നിമിഷവും നയിക്കണം. 7 നിമിഷവും അവസാന നിമിഷമാണ്.
ആ അന്ത്യനിമിഷം ഭഗവാന്റെ സ്മരണ ഉണ്ടാവണം. അതുകൊണ്ടാണ് മരണം വരെ ഭഗവത് നാമ സ്മരണ, ഭഗവാന്റെ നാമം ജപിക്കാറാവണമെന്ന് ഗുരുനാഥനോട് പ്രാർത്ഥിച്ചത് അല്ലേ. അപ്പോൾ സദാ ഹരിസ്മരണയോടെ ഭഗവത് ചിന്തനത്തോടെ വേണം നാം ഓരോ നിമിഷവും കളയാൻ, ഓരോ നിമിഷം നയിക്കാൻ. കളയാൻ പാടില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അത് ബുദ്ധിപൂർവകം ജീവിക്കണം എന്നാണ്.